ബാംഗ്ലൂരിലെ കെംപെഗൗഡ എയർപോർട്ടിൽ നിന്നും വെസ്റ്റ് ബംഗാളിലെ ബാഗ്ഡോഗ്ര എയർപോർട്ടിലേക്കുള്ള യാത്രയാണ് നമ്മളിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ രാജ്യത്തെ വളരെ തിരക്കേറിയതും വളരെ മനോഹരവുമായ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ 1-ാം ടെർമിനലിലാണ് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുന്നത്. 4000 ഏക്കർ വിസ്തൃതിയിൽ ഫുൾ സോളാറിൽ പ്രവർത്തിക്കുന്ന BL പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ കീഴിലുള്ള ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഭൂട്ടാൻ യാത്രയുടെ ഭാഗമായി ജോബിയും ബാബുവും വീണ്ടും ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിലെ ലോഞ്ചിലേക്ക് പ്രവേശിച്ചു. 2 രൂപയ്ക്ക് കിട്ടുന്ന ഭക്ഷണമാണ് ലോഞ്ചിൽ നിന്നും തരപ്പെട്ടത്. ബാങ്കിൻ്റെ പ്ലാറ്റിനം കാർഡ് ഉണ്ടെങ്കിൽ 2 രൂപയ്ക്ക് നമുക്ക് ഈ ലോഞ്ചിൽ നിന്ന് ഫുഡ് ആവശ്യമുള്ള കഴിക്കാൻ പറ്റും. ബാബുവാണ് നമുക്കത് സ്പോൺസർ ചെയ്തത്. അതിൻ്റെ 6 കാർഡിൽ പ്ലാറ്റിനം 6 കാർഡിൽ പ്ലാറ്റിനം ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 രൂപയ്ക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചു. പിന്നെ പാർസൽ ഇത് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. രക്ഷയില്ല ബാഗിലാക്കാനായിട്ട്. ബാഗ്ഡോഗ്രയിലേക്കുള്ള സ്പേസ് ജെറ്റിൻ്റെ കൗണ്ടറിൽ വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ. ഫ്ലൈറ്റിലെ വിശേഷങ്ങളാണ് ഇനി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ ഇനി ഫ്ലൈറ്റിൽ കയറാം. ഫ്ലൈറ്റിലേക്ക് നമ്മുടെ ലഗേജൊക്കെ എത്തിക്കുന്ന വണ്ടികളാണിത്. നിരവധി ഫ്ലൈറ്റുകളും കാണാം. कैबिन में अंधेरा होने की स्थिति में एग्जिट पाथ लाइट्स आपको निकटतम द्वार तक पहुंचने में मदद करेंगी। आपातकालीन स्थिति में अपने सामान की परवाह न करें और सबकी सुरक्षा को ध्यान में रखते हुए जितनी जल्दी हो सके विमान से बाहर निकलने की कोशिश करें। अधिक जानकारी के लिए आपकी सीट पॉकेट में रखें। सुरक्षा नियम कार्ड റൺവേയിലൂടെ ഫ്ലൈറ്റ് നീങ്ങി തുടങ്ങി. ടേക്ക് ഓഫിൻ്റെ വിവിധ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മൊത്തം ആകാശ കാഴ്ചകൾ ഞാൻ ഈ ട്രിപ്പിൽ പകർത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ആകാശ കാഴ്ചയിലേക്ക് സ്വാഗതം. അതാ ഫ്ലൈറ്റ് ഇതാ പൊന്താൻ പോവുകയാണ്. ഇപ്പോൾ പൊന്തും. അതാ പൊന്തിക്കഴിഞ്ഞു. ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഒരു 240 മുതൽ 285 300 താഴെ km/h ഫ്ലൈറ്റിൻ്റെ വേഗത ഉണ്ടായിരിക്കുക. ബാംഗ്ലൂരിൻ്റെ ആകാശ കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് വഴികളൊക്കെ കാണാം, മരങ്ങളൊക്കെ കാണാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി മേലേക്ക് പൊന്തി കഴിഞ്ഞാൽ നദികൾ, വനങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ മേഘങ്ങൾക്കുള്ളിലൂടെ. ഇപ്പോൾ കാഴ്ചകൾ കുറച്ചുകൂടെ മങ്ങി വരികയാണ്. ഇനി നമ്മൾ മേഘങ്ങൾക്കുള്ളിലേക്ക് കയറും. പിന്നെ അതിന് മുകളിലൂടെ ആയിരിക്കും വിമാനം സഞ്ചരിക്കുക. ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും നമ്മുടെ വായു നേർത്ത് വരികയും അതനുസരിച്ച് ഫ്ലൈറ്റിന് കൂടുതൽ ഈസി ആയിട്ട് പറക്കാൻ കഴിയും. അതിൻ്റെ ഇന്ധനക്ഷമതയും എഫിഷ്യൻസിയൊക്കെ കൂടുന്നതാണ് പറയുന്നത്. ഒരു 850-860 km/h സാധാരണ നമ്മുടെ ഫ്ലൈറ്റ്സുകളൊക്കെ സഞ്ചരിക്കുന്നത്. അതായത് ഒരു 14 കിലോമീറ്റർ ഒരു മിനിറ്റിൽ ഫ്ലൈറ്റ് സഞ്ചരിക്കുമെന്നാണ് പറയുന്നത്. അത് നമ്മൾ മേഘത്തിൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് താഴെയുള്ള ദൃശ്യങ്ങൾ അതിനടിയിലേക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താ ഭംഗിയില്ലേ ഈ മേഘത്തിന് അടുത്തുകൂടെ മുകളിലൂടെ ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നതും അതിന് താഴെ നമ്മുടെ ഭൂമിയൊക്കെ കാണാൻ കഴിയുന്നതൊക്കെ നല്ലൊരു അനുഭവം തന്നെയാണല്ലേ, ദൃശ്യാനുഭവം തന്നെയാണ്. സാധാരണ ഫ്ലൈറ്റുകൾ നമ്മുടെ കൊമേഴ്സ്യൽ ഫ്ലൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊരു 30,000 അടിക്കും 40,000 അടിക്കും ഇടയിലാണ് മുകളിലാണ് സഞ്ചരിക്കുക എന്ന് പറയുന്നത്. അത്രയും മുകളിലാണ്. അതിനേക്കാൾ മുകളിൽ പോകുന്ന ഫ്ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ സാധാരണ നമ്മൾ പോകുന്ന ഫ്ലൈറ്റ്സൊക്കെ ആ ഒരു ഹൈറ്റിലാണ് സഞ്ചരിക്കുക. നോക്കൂ, ഇപ്പോൾ നമ്മൾ ആകാശത്തിന് മുകളിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഒരു ആകാശം, മേലെ ഒരു ആകാശം. ഈ 2 ആകാശങ്ങൾക്കിടയിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. താഴെ ഒരു ആകാശം, മേലെ ഒരു ആകാശം. നമ്മൾ ആകാശം ഭൂമിയൊക്കെ കളിക്കില്ലേ
സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ആകാശം ഭൂമി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ആകാശത്തിനുള്ളിലാണ്. മേലെയുണ്ടൊരു ആകാശം, താഴെയുണ്ടൊരു ആകാശം. ബാംഗ്ലൂരിൽ നിന്നും ബാഗ്ദോഗ്ര എയർപോർട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ നോർത്ത് ഭാഗമാണിത്. വെസ്റ്റ് ബംഗാളിൻ്റെ നോർത്ത് സൈഡാണ്. അതായത് കൽക്കട്ടയിൽ നിന്നൊക്കെ ഏകദേശം ഒരു 600 കിലോമീറ്റർ അകലെയാണ് ഈ ബാഗ്ദോഗ്ര എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അവിടെ വരെ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് 3 മണിക്കൂറാണ് വേണ്ടത്. നമ്മുടെ ഭൂട്ടാൻ ട്രിപ്പ് ശരിക്കും അതിൻ്റെ പാക്കേജ് ആരംഭിക്കുന്നത് ഈ ബാഗ്ദോഗ്ര എയർപോർട്ടിൽ നിന്നാണ്. അവിടെ നിന്നും പുറത്തിറങ്ങിയാലാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് തൊട്ടാണ് ഈ ട്രിപ്പിൻ്റെ ആരംഭം എന്ന് പറയാം. നമ്മളൊരു പാക്കേജ് കൊടുത്തിരിക്കുന്നത് 26,000 രൂപയ്ക്കാണ് ആ പാക്കേജ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ച് വെസ്റ്റ് ബംഗാളിലെ ബാഗ്ദോഗ്ര എയർപോർട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അത്യാവശ്യം ഫ്ലൈറ്റ് താഴ്ന്നുകൊണ്ടിരിക്കുന്നു. ലാൻഡ് ചെയ്യാൻ പോകുകയാണ്. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും മറ്റും വളരെ സുപ്രധാനമായൊരു പങ്ക് വഹിക്കുന്ന ഒരു സ്ഥലമാണ് ബംഗാൾ എന്ന് പറയുന്നത്. നമ്മുടെ അതിഥി തൊഴിലാളികളിൽ ഒരുപാട് പേര് വരുന്നത് ഇവിടെ നിന്നാണ്. ആ ഒരു നാട്ടിലേക്കാണ് നമ്മളിപ്പോൾ കാലുകുത്താനായിട്ട് പോകുന്നത്, വെസ്റ്റ് ബംഗാൾ. ഈ ബാഗ്ദോഗ്ര എയർപോർട്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എയർപോർട്ടാണ്. അവിടെ ഈ മിലിറ്ററി ആൻഡ് ഡിഫൻസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു എയർപോർട്ടാണ്. അതുമാത്രമല്ല BSFൻ്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഓഫീസൊക്കെ അവിടെയുണ്ട്. എയർഫോഴ്സിൻ്റെ പരിശീലന വിമാനങ്ങളൊക്കെ പറത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് നേരെ തറയിലേക്കാണ്, ഗ്രൗണ്ടിലേക്കാണ്. തല കുനിച്ച് അതിൻ്റെ അടിയിലൂടെ വേണം പോരാനായിട്ട്. അപ്പോൾ ഫ്ലൈറ്റിനെയൊക്കെ നമുക്ക് വളരെ അടുത്ത് കാണാനുള്ള സൗകര്യമുണ്ട്. ഇതാണ് ഫ്ലൈറ്റിൻ്റെ ചിറകുകൾ, അതിൻ്റെ എൻജിൻ, അതിൻ്റെ കോണി ഇറങ്ങുന്നത്. തണലിൽ നിൽക്കുകയാണ് ഞങ്ങൾ, വെയിലുള്ളതുകൊണ്ട്. ഇനി നമ്മുടെ ലഗേജൊക്കെ കളക്ട് ചെയ്ത് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം 1 മണിയായി കാണും. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ടൂർ ഓപ്പറേറ്റേഴ്സ് നമ്മളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ഇവിടെ മുതലാണ്. അപ്പോൾ ഈ ആകാശയാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഭൂട്ടാൻ യാത്രയുടെ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിനി വീണ്ടും കാണാം. നിങ്ങളുടെ ജോബ്സ് വ്ളോഗ്.